ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ടെലിഗ്രാമിൽ ഈസി ആയിട്ട് ഫിൽറ്റർ ബട്ടൺ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നോക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നമുക്ക് സിമ്പിളായിട്ട് എത്ര ബട്ടൺസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഞാനിവിടെ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരുന്നത് എൻ്റെ ഒരു സ്റ്റിക്കർ പാക്ക് ഗ്രൂപ്പിലാണ്. ഈ ഗ്രൂപ്പിൽ നോർമലി ആയിട്ടുള്ള ഫിൽറ്റേഴ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിൽറ്റേഴ്സാണ് നമ്മൾ ബട്ടനാക്കി മാറ്റുന്നത്. പിന്നെ ഈ ഒരു ഫിൽറ്റർ ചെയ്യാൻ പറ്റുന്നത് റോസ് ബോട്ട് പോലെയുള്ള അഡ്മിൻസ് ബോട്ടിലാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെ ഫിൽറ്റർ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ അവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് വെബ്സൈറ്റ് ഓപ്പൺ ആക്കാവുന്നതാണ്. വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആകും വരാം. അതിൽ ആദ്യത്തേൽ നമ്മൾ ബട്ടൺ നെയിമാണ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ അടിയത്തേൽ ബട്ടൺ ലിങ്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ബട്ടൺ നെയിം നിങ്ങൾ എന്താണ് ബട്ടൺ നെയിം വേണ്ടത് അത് കറക്റ്റായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ബട്ടൺ ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ബട്ടൺ നെയിം കൊടുത്തിട്ടുണ്ട്. ബട്ടൺ ലിങ്ക് ഞാൻ ആ ഗ്രൂപ്പിൽ നിന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. ഓക്കെ, കോപ്പി ചെയ്തിട്ട് അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിയിലായിട്ട് കാണാം ജനറേറ്റ് ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ബട്ടൺ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്കിവിടെ അടിയിൽ കാണാം ബട്ടൺ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ എത്ര ബട്ടൺ വേണം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അടുത്ത ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ജനറേറ്റ് ന്യൂ ബട്ടൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നമുക്ക് ബട്ടൻ്റെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിൽ നമ്മൾ ബട്ടൺ നെയിം ലിങ്കും കൊടുക്കുക. ലിങ്കും കൊടുത്തിട്ട് ജനറേറ്റ് ബട്ടൺ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും 2 ബട്ടൺ ലിങ്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ജസ്റ്റ് അത് കോപ്പി ചെയ്താൽ മതി. ആ കോപ്പി ലിങ്ക് എന്നുള്ളടത്ത് കോപ്പി ചെയ്യുക. അപ്പോൾ കോപ്പി ആയിട്ടുണ്ട്. ഇതേപോലെ നിങ്ങൾക്ക് എത്ര ബട്ടൺസ് വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാക്സിമം 100 ബട്ടൺസ് വരെ ഒരു ഫിൽറ്ററിൽ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബോട്ടിൻ്റെ PMലാണ്, അതായത് ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ബോട്ടിന്. അപ്പോൾ PMലാണ് ഈ ഒരു ഫിൽറ്റർ ചെയ്യുന്നത്. ഫിൽറ്റർ ചെയ്യാൻ അറിയാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അതേപോലെ /ഫിൽറ്റർ എന്നിട്ട് ബ്രാക്കറ്റിൽ മുകളിലായിട്ട് 2 കോമ ഇടുക. എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് ആൾക്കാർ എന്താണ് സെർച്ച് ചെയ്യുന്നത് അത് ടൈപ്പ് ചെയ്തിട്ട് ആ ഒരു ബ്രാക്കറ്റ് ഫില്ല് ചെയ്യുക. മേലെ കോമ ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ട് നമ്മുടെ ബട്ടൺ ലിങ്ക്, അതായത് നമ്മൾ കോപ്പി ചെയ്ത ബട്ടൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യുക. എന്നിട്ട് സെൻഡ് അടിച്ച് നോക്കുക. അപ്പോൾ നമ്മുടെ ബട്ടന് ക്രിയേറ്റ് ആവുന്നതാണ്. ഗ്രൂപ്പിൽ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഗ്രൂപ്പ് എടുക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ എന്താണ് ഫിൽറ്റർ ചെയ്തിട്ടുള്ളത് ആ പേര് ഇവിടെ അടിക്കുന്നുണ്ട്. അപ്പോൾ പേരടിച്ച് സെൻഡ് ചെയ്താൽ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഇതേ ഫിൽറ്റർ ആയിട്ടുണ്ട് 2 ബട്ടൺസും. അപ്പോൾ ഇങ്ങനെയാണ് സിമ്പിളായിട്ട് ബട്ടൺ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ കുറിച്ചിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം.